കല്യാണ കച്ചേരി. ഭൂമി വേഗം കാർത്തിക്കിന്റെ മുറിയിലേക്ക് നടന്നു. എവിടെയോ പോകുവാനായി തയ്യാറെടുക്കുകയായിരുന്നു കാർത്തി ആ സമയത്ത്. ഭൂമി കാർത്തികിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് ഒരു ജോഡി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളിച്ചിട്ട് തിരികെ ഇറങ്ങി വരുമ്പോൾ അവൾ പ്രതീക്ഷിച്ചത് കാർത്തി പോയിട്ടുണ്ടാവുമെന്നാണ്. എന്നാൽ അവളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കാർത്തി പുറത്ത് ബാൽക്കണിയിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭൂമി വേഗം തലേക്ക് തോർത്തി ചെറിയ രീതിയിൽ ഒന്നൊരുങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും കാർത്തിക്കിന്റെ വിളി വന്നത്. ഭൂമി എവിടെ പോകുന്നു? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഏത് ഫ്രണ്ട്? ഞാൻ സാറിനോട് മുൻപും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രൈവസിയിൽ കയറി ഇടപെടരുതെന്ന്. ഞാനതിന് വേറൊന്നും ചോദിച്ചില്ലല്ലോ. ഏത് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നല്ലേ ഞാൻ ചോദിച്ചത്. ഒരു വീട്ടിൽ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാർ കഴിയുന്നവരാണ് നമ്മൾ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ എവിടെ പോകുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണ്ടേ? സുമയ്യയുടെ അടുത്ത്. അത്ര താല്പര്യമില്ലാത്തതുപോലെ ഭൂമി പറഞ്ഞു. എങ്കിൽ പിന്നെ ഇതങ്ങ് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാർ എവിടെ പോകുന്നു, ആരുടെ ഒപ്പം പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഭൂമി കാർത്തികിനെ നോക്കി ചോദിച്ചു. എങ്കിൽ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാനും ആ വഴിക്കാണ്. ഭൂമി പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ കാർത്തി പറഞ്ഞു. വേണ്ട. അങ്ങനെ പറയാൻ ഭൂമിക്ക് അധിക നേരമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇത്രയും നാളും എന്നെ കൂടെ കൊണ്ടുവരാൻ സാറിന് കഴിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയും വേണ്ട, തന്നെത്താൻ പോകാൻ എനിക്കറിയാം. അതും പറഞ്ഞ് ബാഗും എടുത്ത് ഭൂമി താഴേക്ക് നടന്നു. സുഭദ്ര താഴെ തന്നെ ഉണ്ടായിരുന്നു. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. അവരെ കണ്ടതും അവർക്കടുത്തേക്ക് ഓടിച്ചെന്ന് ഭൂമി പറഞ്ഞു. ഒറ്റയ്ക്കാണോ പോകുന്നത്? കാർത്തികിന്റെ വകയിലെ വല്യമ്മയായ ലളിതയാണ് അത് ചോദിക്കുന്നത്. അതെ വല്യമ്മേ, ഞാൻ ഒറ്റയ്ക്കാം. കാർത്തിമോനും എവിടെയോ പോകാൻ റെഡിയാവുന്നുണ്ടായിരുന്നല്ലോ. സാർ വേറെ വഴിക്കാണ് പോകുന്നത്. അത് കുഴപ്പമില്ല ഭൂമി, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പൊയ്ക്കോളാം. പെട്ടെന്ന് പിന്നിൽ നിന്ന് കാർത്തിക്കിന്റെ സ്വരം കേട്ടതും പല്ല് കടിച്ചുപോയി ഭൂമി. വേണ്ട സാർ, അത് സാറിന് ബുദ്ധിമുട്ടാകും. അല്ലേ, ഭർത്താവിനെ ഇപ്പോഴും സാറെന്നാണോ വിളിക്കുന്നേ? വല്യമ്മ വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ ചോദിച്ചു. കാർത്തി അവളുടെ സാറല്ലേ ചേച്ചി, അവളങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. സുഭദ്ര ഭൂമിക്കൊരു സപ്പോർട്ടുമായി വന്നു. എന്നാലും അതല്ലല്ലോ അതിൻ്റെ ശരി. പഠിക്കാൻ പോകുന്നിടത്ത് മതി സാറും കുട്ടിയുമൊക്കെ, വീട്ടിൽ വേണ്ട. കേട്ടല്ലോ? ഭൂമി അവരെ നോക്കിയപ്പോൾ വല്യമ്മ അവളോട് പറഞ്ഞു. ശരി വല്യമ്മേ. അവൻ കൊണ്ടാക്കാന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നിച്ചു പോ മക്കളെ. വല്യമ്മ അല്പം കർക്കശക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഭൂമി പിന്നീട് ഒന്നും പറയാൻ നിൽക്കാണ്ട് വേഗം കാർത്തിക്കിന്റെ കാറിൽ കയറി. മുന്നോട്ടുള്ള യാത്രയിൽ കാർത്തിക്കിന്റെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഭൂമിക്കത് കാണുന്ന ഓരോ നിമിഷവും കലി കയറി വന്നു. സാർ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? വല്യമ്മ പറഞ്ഞത് താൻ മറന്നോ? സാറും കുട്ടിയുമൊക്കെ കോളേജിൽ. എന്നെ ദേഷ്യം പഠിപ്പിക്കരുത് സാർ. അല്പം ദേഷ്യത്തോടെ കാർത്തികിനെ നോക്കിക്കൊണ്ട് ഭൂമി പറഞ്ഞു. എന്നെ ദാ ആ കാണുന്ന ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി. എനിക്ക് അവിടെ നിന്നാ ബസ് കിട്ടും. വേണ്ട, ഞാൻ കൊണ്ടുവിടാം സുമയുടെ വീട്ടിൽ. പെട്ടെന്നാണ് ഭൂമിയുടെ ഫോൺ റിങ് ചെയ്തത്. ബാഗിൽ കിടന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും അതിൽ ദേവ് സാർ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് ഭൂമിക്ക് കോള് വന്നത്. ഭൂമിക്കരികിലിരുന്ന കാർത്തിക്കും ഒരു കണ്ണാലിയ കാഴ്ച കണ്ടിരുന്നു. കാർത്തിക്കിന്റെ മുഖം വലിഞ്ഞു മുറുക്കി. ദേവ് എന്തിനാണ് നിന്നെ വിളിക്കുന്നത്? അത് കൊള്ളാം, അത് ഫോൺ എടുത്ത് നോക്കിയാലല്ലേ അറിയൂ, അല്ലാതെ തൃക്കണ്ണ് വെച്ച് കണ്ടുപിടിക്കാനൊക്കുവോ? കാർത്തി ദേഷ്യപ്പെട്ട അതേ ടോണിൽ തന്നെ ഭൂമിയും തിരിച്ചു ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഭൂമിയുടെ കയ്യിലിരുന്ന ദേവിന്റെ കോൾ കട്ടായിരുന്നു. തിരിച്ചു വിളിക്കുന്നില്ലേ? കാർത്തിക്കിന്റെ ശബ്ദം. അത് ഞാൻ പിന്നെ വിളിച്ചോളാം. കാർത്തിക്കിനെ ഒന്ന് വട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് ഭൂമി അങ്ങനെ പറഞ്ഞത്. കലോത്സവത്തിന്റെ എന്തോ കാര്യം പറയാനാണ് ദേവ് വിളിക്കുന്നതെന്ന് ഭൂമിക്ക് വ്യക്തമായിട്ടറിയാം. ദേവിന്റെ കോൾ വീണ്ടും ഭൂമിയെ തേടി എത്തിയിരുന്നു. കാർത്തികിന്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുക്കി. സാർ എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നത്? സാറിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ച് സ്പീഡ് കുറച്ചു പോകൂ.
പറഞ്ഞുകൊണ്ട് ഭൂമി ദേവിൻ്റെ കോളെടുത്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കലോത്സവത്തിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ഫ്രം ടുമോറോ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ സർ. അതും പറഞ്ഞുകൊണ്ട് ദേവ് ഫോൺ കട്ട് ചെയ്തു. ഭൂമി ഇടയ്ക്കൊന്ന് പാളി നോക്കിയപ്പോൾ കാർത്തിക്കിൻ്റെ മുഖം ഒരു കൊട്ട പോലെയുണ്ട്. പിന്നീട് അവനോട് ഒന്നും ചോദിക്കാനോ പറയാനോ പോയില്ലവൾ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കാർത്തിക്കിൻ്റെ ശബ്ദം. ദേവ് എന്തിനാ വിളിച്ചത്? ഞങ്ങൾക്ക് സംസാരിക്കാൻ പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഇപ്പോൾ സാറിന് അറിയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ ചോദിക്കണമെന്ന് വെച്ച് ആയിരുന്നില്ലവൾ. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൂമിയുടെ വായിൽ നിന്നും അറിയാതെ വീണുപോയിരുന്നു ആ ചോദ്യം. കുറച്ചകലെ കണ്ട ഒരു മരത്തിൻ തണലിലേക്ക് കാർത്തി വണ്ടി ചേർത്ത് നിർത്തി. സാറെന്തിനാണ് ഇവിടെ നിർത്തിയത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് സാറിനോടൊന്നും പറയാനും ഇല്ല, കേൾക്കാനും ഇല്ല. സാറ് വണ്ടി സുമയ്യയുടെ വീട്ടിലേക്ക് വിട്ടോളൂ. കാർത്തികിൻ്റെ മുഷ്ടി ചുരുട്ട് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാത്ത വിധമാണെന്ന് ഭൂമിക്ക് മനസ്സിലായിരുന്നു ആ നേരം കൊണ്ട് തന്നെ. സർ, അധികം ദേഷ്യമൊന്നും കാണിക്കണ്ട. സാർ അനുപമ മിസ്സിനോട് എന്തൊക്കെയാണ് ഫോണിൽ സംസാരിക്കുന്നത്? എന്തിനാണ് സംസാരിച്ചത്? ഇതൊക്കെ ഞാൻ ചോദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് അനുപോലെയാണോ തനിക്ക് ദേവ്? ഭൂമിയൊന്നും മൊത്തത്തിൽ പിടിച്ചൊലിച്ചുകൊണ്ടായിരുന്നു കാർത്തിക്കിൻ്റെ ആ ചോദ്യം. ആണെങ്കിലും സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏകദേശം 1 വർഷം കഴിഞ്ഞ് പിരിഞ്ഞു പോകാനുള്ള ഒരു ബന്ധമാണ് നമ്മളുടേത്. സ്റ്റോപ്പ് ഇറ്റ്. അത് പറയുമ്പോൾ അലറുകയായിരുന്നു കാർത്തി. ഒന്നും ഇടാതെ കാർ മുന്നോട്ടെടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു. കാർത്തിക്കിൻ്റെ കാർ സുമയുടെ വീടിന് മുമ്പിൽ ചെന്ന് നിന്നു. ഭൂമി ഇറങ്ങി ഡോറടിച്ച് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കാർത്തിക് കാറും കൊണ്ടുപോയി. സ്പീഡിൽ ആ കാറ് തന്നിൽ നിന്ന് അകലുന്നത് കണ്ടതും ഭൂമി അറിയാതെ നെഞ്ചിൽ കൈവച്ചു. പടിക്കൽ ഭൂമിയെ കണ്ടതും അകത്തുനിന്ന് സുമയ്യ ഓടി. അവളുടെ ഇത്താത്തായുടെ 2 മക്കളും ഉണ്ട്, അജാസും ആലിയയും. ഭൂമി അവരെ നോക്കി ഒന്ന് ചിരിച്ചു. നീ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ റെഡിയായി നിൽക്കുമായിരുന്നു ഞാൻ. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാർത്തി സാറ് പറഞ്ഞു എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഇന്ന് ഇടിവിട്ടി മഴ പെയ്യുമോ? പെട്ടെന്ന് സുമയ്യ അങ്ങനെ ചോദിച്ചതും ഭൂമി ഒന്ന് ചിരിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല. ഇന്നലത്തെ പൂജയ്ക്ക് വന്ന ബന്ധുക്കൾ ആരും തന്നെ പോയിരുന്നില്ല. ഒരു സ്ഥലത്തേക്ക് പോകാൻ 2 പേര് ഒരുമിച്ച് ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഒരാൾ ബസ്സിലും ഒരാൾ കാറിലും പോയാൽ അവർക്കിടയിൽ ഒരു സംസാര വിഷയമാകുമല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നു സാറിനെ കൂടെ കൂട്ടിയത്. ഞാൻ പറഞ്ഞതാ പകുതി വെച്ച് ബസ് സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതിയെന്ന്. ഞാൻ തന്നെത്താനെ പോയിക്കോളാന്ന്. സാറിൻ്റെ മനസ്സലിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു മോളെ. എങ്കിലത് വെറും തോന്നൽ മാത്രമാണ് മോളെ. അതേ ടോണിൽ തന്നെ തിരിച്ചവൾക്കുള്ള മറുപടിയും കൊടുത്തു ഭൂമി. ഭൂമിയും സുമയും ഒരുമിച്ച് സുമയുടെ വീട്ടിലേക്ക് കയറി. സുമയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും വളരെ സ്നേഹമുള്ള ആളുകളായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ ഭൂമിയെ സൽക്കരിച്ചു. അതിനുശേഷം കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി റൂമിലേക്ക് ഭൂമി കുട്ടികളെയും കൊണ്ടുപോയി. അവരുടെ ബുക്കുകളും ഒക്കെ ഒന്ന് വായിച്ചു നോക്കി. ഇരുവർക്കും പഠിക്കുവാൻ ഏതു ഭാഗമാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷമാണ് അവൾ പഠിപ്പിക്കാൻ തുടങ്ങിയത്. കുട്ടികൾക്കൊപ്പം ചേർന്ന് അവരിൽ ഒരാളായി അവരെ പഠിപ്പിച്ചപ്പോൾ അവർക്കും ഭൂമിയെ ഒരുപാട് ഇഷ്ടമായി. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം വരെ സുമയോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ഭൂമി പോകാനിറങ്ങിയത്. അവൾ ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവളുടെ ഫോണിലേക്ക് കാർത്തിയുടെ കോൾ വന്നു. കോൾ എടുക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കാണുക സുമയ്യ അവളുടെ അരികിലേക്ക് വന്നു. ആരടി? കാർത്തിക് സാർ. എങ്കിൽ പിന്നെ കോൾ എടുക്കടി. അല്പം മടിച്ചാണെങ്കിലും ആൻസർ ബട്ടണിൽ പ്രസ് ചെയ്ത് ഭൂമി. എവിടാ? വല്ലാത്ത ഗാംഭീര്യം ഉണ്ടായിരുന്നു കാർത്തിയുടെ ശബ്ദത്തിന്. ഭൂമി പിന്നെയും ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കേൾക്കെ കാർത്തി സ്വരം വീണ്ടും ഉയർത്തി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? ഞാൻ സുമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എങ്കിൽ അവിടെ തന്നെ നിൽക്ക്. ഒരു 5 മിനിറ്റ് ഞാൻ വരാം. അവൻ്റെ ശബ്ദത്തിലെ ദേഷ്യം തിരിച്ചറിയാൻ അവനോട് പിന്നീട് എന്തെങ്കിലും എതിർത്ത് പറയാനുള്ള ശക്തി ഭൂമിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാർത്തി പറഞ്ഞതിന് മറുപടിയായി ഒന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തവൾ. എന്താടി സാറ് പറഞ്ഞത്? 5 മിനിറ്റ് ഇവിടെ നിൽക്കാനാണ് സാറിപ്പോൾ പറഞ്ഞത്. സാർ എത്തിയേക്കാന്ന്. ഞാൻ പറഞ്ഞത് സത്യമില്ലേ?
സാറിന് നിന്നോടൊരു ചായവുണ്ട്, അതിൽ പിടിച്ച് കയറിക്കോ. എനിക്കതിൻ്റെ ആവശ്യമില്ല സുമി. ഇന്നലെ പൂജയ്ക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഭൂമി സുമയോട് പറഞ്ഞില്ല. അതൊന്നും ആരോടും പറയാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞതുപോലെ കൃത്യം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർത്തിക്കിൻ്റെ കാറ് ഒരു ഇരമ്പലോടെ സുമയുടെ വീടിന് മുമ്പിൽ വന്നു. കാർത്തികിനെ കണ്ടതും സുമയെ ഒന്ന് ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അപ്പോഴേക്കും സുമയോട് യാത്ര പറഞ്ഞ് ഭൂമി കാറിൽ കയറിയിരുന്നു. കാർ കുറച്ച് മുന്നോട്ട് പോയിട്ടും ഇരുവരും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് എപ്പോഴോ കാറ് വീട്ടിലേക്ക് കയറാനുള്ള റോഡിലൂടെ മുന്നോട്ട് പോകാതെ വേറെ ഏതോ വഴി പോകുന്നത് കണ്ടതും ഭൂമി ഒരു സംശയത്തോടെ കാർത്തിയെ നോക്കി. എങ്ങോട്ടാ പോകുന്നേ? സാറിന് വഴി തെറ്റി. കുറച്ചായി ഞാൻ ഈ വഴി പോകാൻ തുടങ്ങിയിട്ട്. എനിക്ക് മറ്റൊരിടത്തു കൂടി കയറാനുണ്ട്. എങ്കിലത് ആദ്യം പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ ബസ്സിൽ പോകത്തില്ലായിരുന്നോ? അങ്ങനെ പറഞ്ഞപ്പോൾ കാർത്തി രൂക്ഷമായി അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. വഴിക്ക് വെച്ച് ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ അടുത്തായി കാർത്തിക്കും അവൻ്റെ കാർ നിർത്തി. കാറിൻ്റെ ബാക്കിൽ നിന്നും ഒരു പൊതിയെടുത്ത് മറ്റേ കാറിലേക്ക് കൊണ്ട് കൊടുക്കുന്നത് ഭൂമി കണ്ടിരുന്നു. പഴയതുപോലെ വന്ന് അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും മുന്നോട്ട് ഓടിച്ചു പോയി. അതാരാ? ഭൂമി കാർത്തികിനോട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഭൂമിക്കറിയാമോ? പെട്ടെന്ന് കാർത്തി അങ്ങനെ ചോദിച്ചതും ഭൂമി ചുണ്ടുകടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. കാർത്തി അത് കൃത്യമായി കാണുകയും ചെയ്തു. എനിക്ക് നല്ല തലവേദനയുണ്ട്, പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കണം. കാർത്തി ആരോടുന്നല്ലാതെ പറഞ്ഞു. എങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോകാം, അവിടെ അമ്മ നല്ല കോഫി ഉണ്ടാക്കി തരും. തൽക്കാലം ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, കാർത്തി ഭൂമിയോട് തിരിച്ചു പറഞ്ഞു. കുറച്ച് സമയത്തേക്ക് അവൾ മിണ്ടിയില്ല. അവൻ്റെ കാറ് ബീച്ച് റോഡിനടുത്തുള്ള ഒരു കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. വരുന്നില്ലേ? കാറിൽ നിന്നിറങ്ങി കാർത്തി ഭൂമിയോട് ചോദിച്ചു. എനിക്ക് വേണ്ട. അതും പറഞ്ഞുകൊണ്ട് ഭൂമി മുഖം തിരിച്ചു കളഞ്ഞു. വൈകുന്നേരം സമയമാണ്, കാറിൽ നല്ല ചൂടായിരിക്കും. വെറുതെ ഇതിനകത്തിരിക്കുന്നതിലും നല്ലത് പുറത്തോട്ടിറങ്ങിയിരിക്കുന്നതാണ്. ഭൂമി കാർത്തിക്കിനൊപ്പം മനസ്സില്ലാ മനസ്സോടെ കോഫി ഷോപ്പിലേക്ക് കയറി. കയ്യിലിരുന്ന ഫോണിൽ വെറുതെ അലസമായി നോക്കിക്കൊണ്ടിരിക്കുകയാണവൾ. തനിക്ക് മുമ്പിലിരുന്ന് മെനു കാർഡിൽ ഒരെണ്ണം കാർത്തി ഭൂമിക്കടുത്തേക്ക് നീക്കി വെച്ചു. എനിക്കൊന്നും വേണ്ട. അതൊന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ ഭൂമി പറഞ്ഞു. ആ, വേണ്ടെങ്കിൽ കുടിക്കണ്ട. ഇവിടെ നല്ല കോഫിയും മുരിഞ്ഞ കട്ട്ലേറ്റും കിട്ടും, നല്ല ടേസ്റ്റാണ്. വേണോ? നല്ല മുരിഞ്ഞ കട്ട്ലേറ്റ് എന്ന് കേട്ടപ്പോൾ ഭൂമിയുടെ വായിൽ വെള്ളം വന്നു. പക്ഷേ കാർത്തിക്കിനോടത് വേണമെന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല. അപ്പോഴേക്കും ഓർഡർ എടുക്കാനായി ഒരു പയ്യൻ അവർക്കടുത്തേക്ക് വന്നു. എന്താണ് സർ വേണ്ടത്? കാർത്തിക്കിനെ നോക്കി ആ പയ്യൻ ചോദിച്ചു. 2 സെറ്റ് കട്ട്ലേറ്റും 2 കോഫിയും. പെട്ടെന്ന് കാർത്തി അത് പറഞ്ഞതും അതുവരെയും അലസമായി എങ്ങോട്ടോ നോക്കിയിരുന്ന ഭൂമി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാർത്തി തന്നെ നോക്കുന്നുവെന്ന് കണ്ടതും വേഗം അവൾ കയ്യിലിരുന്ന മെനുക്കാർഡിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. എന്തിനാ സുമയുടെ വീട്ടിൽ പോയത്? കാർത്തിക്കിൻ്റെ വകയായിരുന്നു ആ ചോദ്യം. തുടരും. അതെ, എനിക്ക് തലവേദനയുള്ളത് അറിയാലോ അല്ലേ? ഞാൻ ഡെയിലി ഒരു പാട്ട് വെച്ചിടുന്നത് അതുകൊണ്ടാണേ. ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞ് വെള്ളം വരും. ഇനി മുതലൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് കാലത്തെ വേണോ അതോ രാത്രി വേണോ സ്റ്റോറി? ഒന്ന് പറയണേ, അതനുസരിച്ച് നാളെ മുതൽ നമുക്കിടാം.